അതായത് പറഞ്ഞു കേൾക്കുന്നത് അടുത്ത തവണ UDF-ന് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുന്നത്. അവിടെ കുഞ്ഞാലിക്കുട്ടി ഉടുപ്പ് തയ്ക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. മുസ്ലിം ലീഗിൻ്റെ സാധ്യത എത്രത്തോളം നമുക്കറിയില്ല. കോൺഗ്രസ്സിൽ KC വേണുഗോപാൽ, VD സതീശൻ എന്നൊക്കെയാണ് മുൻനിരയിലുള്ളത്. പക്ഷേ ചില മുതിർന്ന നേതാക്കൾ, ഈ യുവതലമുറയിലുള്ളവർ കടൽക്കിഴവന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ഒരവസരം കിട്ടിയാൽ ഒരു കൈ നോക്കാമെന്നുള്ളതാണ്. നമ്മളൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ AK ആൻ്റണി ഉണ്ട്, PJ കുര്യനുണ്ട്, വയലാർ രവി ഉണ്ട്. ഇവരൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. രക്ഷപ്പെടുമോ UDF? അല്ലേ, UDF രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഈ AK ആൻ്റണിയും വയലാർ രവിയും ഒക്കെ അവശരായി കഴിഞ്ഞു. അവരെ പ്രായം ബാധിച്ചു കഴിഞ്ഞു. അവരെ വയലാർ രവിയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്തരം മോഹങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. കാരണം പ്രായം അത്രയേറെ ബാധിച്ചു കഴിഞ്ഞു. വിശ്രമ ജീവിതത്തിലാണ്. എത്താവുന്ന പരമാവധി പദവികളിൽ എത്തിക്കഴിഞ്ഞു. AK ആൻ്റണി ഒന്നും അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. എന്തായാലും ഇപ്പം നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു ആരോഗ്യനില ഒത്തുതീർപ്പിന്റെ പേരിൽ അതെ, ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ PJ കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായും പ്രഗത്ഭനായും സ്വയം കരുതുന്ന ഒരാളാണ്. സ്വയം കരുതുന്ന ഒരാളാണ്. കാരണം ഇത് പറയുമ്പോഴും അദ്ദേഹത്തെ അങ്ങനെ ചെറുതാക്കി കാണിക്കുകയൊന്നുമല്ല, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. PJ കുര്യനെ ഒട്ടും സംതൃപ്തനായല്ല അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം ഒട്ടും തൃപ്തിയോടെയല്ല. പ്രതികരിക്കാവുന്ന വിധത്തിലൊക്കെ അദ്ദേഹം പ്രതികരിച്ച് നോക്കി. പക്ഷേ അതൊന്നും അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു അക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ നിന്നത്. അദ്ദേഹത്തിന് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തകരാറുകളൊന്നുമില്ല. അദ്ദേഹം തികച്ചും ആക്റ്റീവാണ് ഇപ്പോഴും. പിന്നെ യോഗങ്ങളിലൊക്കെ സംബന്ധിക്കുന്നുണ്ട്, പാർട്ടി പ്രവർത്തനത്തിലൊക്കെ സജീവമാണ്. പത്തനംതിട്ട ജില്ലയിൽ താനാണ് കോൺഗ്രസിലെ അവസാന വാക്കെന്ന് അദ്ദേഹം കരുതുന്നു. കാരണവർ സ്ഥാനം എന്ന് പറയുന്നതോടൊപ്പം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അവിടെ ഉള്ള പല നേതാക്കന്മാരെയും അദ്ദേഹം ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഫിലിപ്പോസ് തോമസ് എന്നൊക്കെ പറയുന്ന ആൾ, അദ്ദേഹം ഈ ഒരേ സമുദായക്കാരനാണ്. PJ കുര്യൻ മാർത്തോമ സമുദായക്കാരനാണ്. അതേപോലെയാണ് ഈ ഫിലിപ്പോസ് തോമസ്. അപ്പോൾ തൻ്റെ വളർച്ചയ്ക്ക് PJ കുര്യൻ ഒരു കാരണവശാലും PJ കുര്യൻ ഇങ്ങനെ വടവൃക്ഷം പോലെ അങ്ങ് പടർന്ന് പന്തലിച്ച് അവിടെ നിൽക്കുന്നതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് കൂടിയാണ്. പല കാരണങ്ങളുണ്ടാകാം അദ്ദേഹം ഈ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നത്. അതുപോലെ പല നേതാക്കളും തനിക്ക് താല്പര്യമുള്ളവരല്ലാതെ പത്തനംതിട്ട ജില്ലയിൽ ആരും ഉണ്ടാകാൻ പാടില്ലെന്ന നിലയിലാണ് PJ കുര്യൻ പ്രവർത്തിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1980 ആണ് അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1980 മാവേലിക്കര ഈ തിരുവല്ലയും ആറന്മുളയും ഒക്കെ അടങ്ങുന്ന മാവേലിക്കര പാർലമെൻ്ററി നിയോജകമണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് 1980. അത് കഴിഞ്ഞ ശേഷം അത് ഇടുക്കിയിൽ നിന്ന് വിജയിച്ചു. അപ്പം ആദ്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആൻ്റണി കോൺഗ്രസ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് ഈ NSSൻ്റെ രാഷ്ട്രീയ വിഭാഗമായ NDPയുടെ നേതാവിനെയാണ് തോൽപ്പിച്ചത്. പക്ഷേ ക്രമേണ അദ്ദേഹം NSSൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറി. സാമുദായിക സമവാക്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ കുര്യൻ നായർന്ന് പോലും വിശേഷിപ്പിക്കുന്നുണ്ട് NSS നേതൃത്വം. കാരണം NSSൻ്റെ പ്രമുഖമായ ചടങ്ങുകളിലെല്ലാം അദ്ദേഹം ഒരു സ്ഥിരം സാന്നിധ്യമാണ്. അല്ല, അങ്ങനെ പറയുമ്പോൾ സാധ്യത വർദ്ധിക്കുകയാണ്. അതെ, സമുദായം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് പിന്തുണയുണ്ട്. പിന്നെ മാർത്തോമ സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ല എന്ന് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം അങ്ങനെ പല കാരണങ്ങളും അനുകൂല ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. ഇതിലൊക്കെ ശരി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥി ആണ് തീർച്ചയായിട്ടും. തിരുവല്ലയിലോ ആറന്മുളയിലും മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള കൃത്യമായ താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങനെ ആണ് ഇവിടെ പറഞ്ഞതുപോലെ. ഇത് കഴിയുമ്പോൾ എന്തായാലും UDF-ന് അധികാരം കിട്ടിയാൽ എന്നുള്ളത് ആർക്കാണ് ഇത് കിട്ടുമോ എന്നുള്ളത് അവരങ്ങ് പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് പുറത്തായല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ് വസ്തുത. സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് അബദ്ധത്തിൽ വെളിയിൽ വന്നു പോയി. അങ്ങനെ വന്നു പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അത് വേറൊരു കാര്യം. അതുപോലെ ഈ അധികാരം കിട്ടുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വശായിരിക്കുകയാണ് UDF. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, താഴേക്കിടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ അതോടെ അവസാനിക്കുകയാണ് ഇവിടെ. മുസ്ലിം ലീഗിന് പിന്നെ ഇടതുപക്ഷത്ത് പോയി രക്ഷപ്പെടാം. മറ്റു പക്ഷത്തേക്ക് പോകാൻ അവർ സ്വാഗതം ചെയ്യാൻ കാത്തിരിപ്പുണ്ട്. കോൺഗ്രസിന് വ്യക്തികളെന്ന നിലയിലേ പോകാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഒത്തിരി കോൺഗ്രസ്സുകാർ ഇനി ഒരു 3 തവണ അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കാനുള്ള ആരോഗ്യമൊന്നും കോൺഗ്രസിന് ഇല്ല, കേരളത്തിലില്ല. അഖിലേന്ത്യാ തലത്തിലെ കാര്യം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ ഒരു തവണ ഇവിടെ അധികാരം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പോകുമെന്നുള്ള അവസ്ഥയാണ്. അവിടെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പുത്തൻ ആൾക്കാർ, ചെറുപ്പക്കാർ, അങ്ങനെ അത് കൃത്യമായ സമവാക്യങ്ങൾ അതിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞു. ഇത് അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ തോക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ തൂക്കാൻ സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന് PJ കുര്യനെ പറ്റിയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശരിയാണ്, അദ്ദേഹം ദീർഘകാലം MP ആയിട്ടിരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടിരുന്നു.
പിന്നെ അദ്ദേഹം IIT ചെയർമാനായിരുന്നു, ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു, ക്യാബിനറ്റ് റാങ്കോടുകൂടി പിന്നെ രാജ്യസഭയിൽ അല്ലേ ഡെപ്യൂട്ടി ചെയർമാനായിട്ടിരുന്ന ആളാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച മറ്റൊരു നേതാവ് ഇവിടെയില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനുമാണ്. അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ അവശതകൾ ഒരർത്ഥത്തിലും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. പണ്ട് തൊട്ടേ അദ്ദേഹം തികഞ്ഞ ആരോഗ്യവാനാണെന്ന് അദ്ദേഹത്തെ പറ്റി പണ്ട് തൊട്ടേ പറയാനുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഈ അടുത്ത അവസരത്തിൽ അദ്ദേഹം ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരവസ്ഥ ഉണ്ടായി. പത്തനംതിട്ടയിൽ ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അവസരത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തട്ടിൽ പോയി പ്രവർത്തിക്കുന്നില്ലെന്നും അവരൊക്കെ ഈ ചാനലുകളുടെ മുമ്പിൽ നിന്ന് ഒക്കെ പറഞ്ഞു. അത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ ആകെ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതുപോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അദ്ദേഹം അത് ഒരു കാര്യം പറഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധയിൽ വരാനും ഒക്കെയാണ് അദ്ദേഹം ഈ ശ്രമിച്ചത് എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അത് തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എങ്കിലും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു കാലത്ത് AK ആന്റണിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അന്ന് അദ്ദേഹം ഒരു വലിയ ഫിഗർ ആയിരുന്നില്ല. 80-ൽ അന്ന് അദ്ദേഹം ആലപ്പുഴ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷററോ എന്തോ ആയിരുന്നു. അതിന് മുമ്പൊരിക്കൽ അദ്ദേഹം അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. വിജയകുര്യൻ 70 ആരോപണങ്ങളിലൊക്കെ പെട്ടു. അത് പിന്നെ തുടർച്ചയായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ആരോപണങ്ങളിലൊക്കെ പെട്ടു. അദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹം അതിൽ നിന്നൊക്കെ അദ്ദേഹം സമർത്ഥമായി രക്ഷപ്പെട്ടു. അന്നു മുതലാണ് അദ്ദേഹം NSS നേതൃത്വവുമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹം NSSൻ്റെ ഹെഡ് ഓഫീസിൽ ഉണ്ടായിരുന്നതായിട്ട് NSS നേതൃത്വം സമ്മതിക്കുകയും അതുകൊണ്ടൊരു വലിയ വിധേയത്വം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം നായർ സമുദായത്തിൻ്റെ നേതൃത്വത്തിൻ്റെ നായർ സമുദായം പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തത് ഒരു പേര് പറയാൻ വിട്ടുപോയി, രമേശ് ചെന്നിത്തല. അല്ല, രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു ഇതാണല്ലോ. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ മുഖ്യമന്ത്രി പദം വളരെ ആക്റ്റീവായിട്ട് അവർ പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അവര് തീർച്ചയായിട്ടും രംഗത്തുണ്ട്. അത് 100% ഉറപ്പാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലല്ലോ. ഇദ്ദേഹം ഇപ്പോൾ വിട്ടു നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഈ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനൊരു സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. അത് 2 മണ്ഡലങ്ങളുണ്ട്. അദ്ദേഹം തിരുവല്ലയും ഉണ്ട്, ആറന്മുളയും ഉണ്ട്. ഇവിടെയൊക്കെ ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുകയാണ്. ആറന്മുള മണ്ഡലത്തിലൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ അദ്ദേഹം തന്നെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേതൃത്വങ്ങളടക്കം ഒരുപാട് പേര് സജീവമായി നിൽപ്പുണ്ട് അവിടെ. ഈ ആറന്മുളയൊക്കെ അവരാരും ഈ സീറ്റ് വിട്ടുകൊടുക്കുമോ എന്ന് ശിവദാസൻ നായരും PJ കുര്യനും അവർ രണ്ടുപേരും ഈ ആറന്മുള ഇപ്പോഴും ആ സീറ്റിന് ആഭിമുഖ്യമുള്ളവരാണ്. പക്ഷേ ശിവദാസൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2 തവണ പരാജയപ്പെട്ടു എന്ന ഒരു ദോഷം അദ്ദേഹത്തുണ്ട്. എങ്കിലും അദ്ദേഹവും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അതല്ലാതെ ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ്. അദ്ദേഹം ഈയിടെ ഒരു പുസ്തകം പ്രസിദ്ധീകരണമൊക്കെ ഒരു വലിയ ചടങ്ങായി നടത്തി. അദ്ദേഹം ഒരു ജനാധിപത്യത്തെ പറ്റിയൊക്കെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു അടുത്ത അവസരത്തിൽ. അത് ഒരു വലിയ ചടങ്ങായിട്ട് നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തിരുവല്ല അസംബ്ലി മണ്ഡലത്തിൽ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അത് കേരള കോൺഗ്രസ്സുകാർ നിന്നിങ്ങനെ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് കോൺഗ്രസ് കൂടുതൽ ജയിച്ചേക്കാം. അദ്ദേഹത്തിന് പറഞ്ഞു കൊണ്ട് സ്ട്രോങ് ആയി 2 മർത്തോമ സമുദായത്തിൻ്റെയും നായർ സമുദായത്തിൻ്റെയും സ്ട്രോങ് ആയ പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉള്ള ഒരവസരത്തിൽ തനിക്ക് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് ധരിച്ച് വശായിരിക്കുകയാണ് അദ്ദേഹം എന്ന് വേണം കരുതാൻ. നമുക്ക് കാത്തിരിക്കാം. നല്ല പറയാൻ പറ്റും.